തുടർച്ചയ്ക്ക് കിട്ടിയ അംഗീകാരമാണോ 63 സീറ്റിന്റെ നഷ്ടം? 100 അടുത്തിട്ടേ ഉള്ളൂ. യുപിയിൽ 64 സീറ്റാണ് എൻ ഡി എക്ക്. ഇപ്പൊ എത്രയാ സീറ്റ്? അധികാരത്തിലേക്ക് മൂന്നാം വട്ടം വന്നത് എൻ ഡി എ ആണ്. യുപിയിൽ സീറ്റ് പോയിട്ടുണ്ട്. യുപിയിൽ എന്തൊക്കെയായിരുന്നു പ്രചാരണം നടത്തിയത്? ഹരിയാനയിൽ പോയി, രാജസ്ഥാനിൽ പോയി, ബംഗാളിൽ പോയി, ഭരിക്കുന്ന ഹിമാചലിൽ കോൺഗ്രസ് സമ്പൂജ്യം. തീർച്ചയായിട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. പക്ഷേ നരേന്ദ്രമോദി 2014 19 മോദിയല്ല. രാഹുൽ ഗാന്ധി 2014 അദ്ദേഹത്തിന്റെ പേര് ഇന്നും സത്യപ്രതിജ്ഞ ചെയ്തത് അങ്ങനെ തന്നെയാണ്. നരേന്ദ്ര ദാമോദർദാസ് മോദി എന്ന് തന്നെയാണ്. എൻ ഡി എയുടെ മൂന്നാമതും പ്രധാനമന്ത്രിയാകുന്ന വ്യക്തി തന്നെയാണ്. അങ്ങ് എത്ര പറഞ്ഞാലും എൻ ഡി എ തന്നെയാണ്. മോദി മോദി എന്ന് കേൾക്കേണ്ടവർ കേട്ടിട്ടുണ്ട്. അങ്ങ് നീറ്റിലേക്ക് ശ്രദ്ധിച്ചത് കൊണ്ടാവും. അതെ, നീറ്റ് എന്നാണ് ഉയർന്നു കേട്ടത്. അത് ഓരോരുത്തരുടെയും താല്പര്യമാണല്ലോ. പക്ഷേ അത്ര ബലം പോരായിരുന്നു. ബലത്തിന് കുറവുണ്ടായിരുന്നു. നല്ല കുറവുണ്ടായിരുന്നു. അതെ, അത് ബലത്തിന്റെ തീവ്രത നിങ്ങൾ അളന്നുള്ളൂ. എന്തായാലും നരേന്ദ്രമോദിയാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി. അതിനിപ്പോൾ നിങ്ങൾ ഉറക്കം നടിക്കുന്നവരെ ഉണർത്താൻ വേണ്ടി പലതവണ പറയേണ്ടി വരും. ഞാനത് പറയും. ഇപ്പൊ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്ര. അല്ല, എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് മറ്റേ ആന്ധ്രാഭവനിലോട്ടാ ദോഷം. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ആന്ധ്രാഭവനിലേക്കും കർണാടക ഭവനിലേക്കും നോക്കിക്കൊണ്ടാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലേ? ബീഹാർ ഭവൻ, സോറി ബീഹാർ ഭവൻ അല്ല, കർണാടകയിലുണ്ടല്ലോ. അങ്ങനെയാണ്. സഖ്യകക്ഷികളെ നന്നായി നോക്കും, അല്ലാതെ കൺവീനർ ആക്കാൻ വെച്ചാൽ അപ്പുറത്തേക്ക് പോവില്ല. സഖ്യകക്ഷികളെ ഇന്ത്യ മുന്നണിയുടെ കൺവീനർ ആക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധി, ഇന്ത്യ മുന്നണിയുടെ കൺവീനർ ആക്കാൻ വെച്ചിരുന്ന നിതീഷ് കുമാർ നോക്കുമ്പോൾ അപ്പുറത്ത് നിൽക്കുന്നു. അതാണ് ഇന്ത്യ മുന്നണിയുടെ നോട്ടം. മോദിയുടെ രണ്ടാം ഘട്ടത്തിൽ എൻ ഡി എ എത്ര തവണ കൂടി? ഇന്ത്യ മുന്നണി രൂപീകരിച്ചതിന് ശേഷമാണ് എൻ ഡി എ 2023 4 വർഷത്തിന് ശേഷം, അതായത് മുഴുവൻ ആളുകളെയും വിളിച്ചുകൊണ്ട് എൻ ഡി എയുടെ യോഗം പിന്നെ നരേന്ദ്രമോദി വിളിക്കുന്നത്. മാത്രവുമല്ല 25 വർഷം പൂർത്തിയായി സുജയ എൻ ഡി എക്ക്. 1998 പിന്നെ രൂപപ്പെടുന്നത്. 2024 ആകുമ്പോഴത്തേക്കും 23 25 വർഷമായി അല്ലെ? 25 നൂറ്റാണ്ടായി. ഒരാഘോഷവും ഉണ്ടായിരുന്നില്ല. വേണ്ടെന്നായിരുന്നു മോഡിയുടെ തീരുമാനം. അപ്പൊ എൻ ഡി എ ഒരിക്കലും പരിഗണിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മൾ യാഥാർത്ഥ്യം അംഗീകരിക്കുന്നു. നരേന്ദ്രമോദി തന്നെയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. BJP തന്നെയാണ് ഇന്ത്യ ഭരിക്കുന്നത്. പക്ഷേ ഇന്നിപ്പോ നരേന്ദ്രമോദിക്ക് കിട്ടിയതിനേക്കാൾ വലിയ കയ്യടി അവിടെ കിട്ടിയ ഒരു മനുഷ്യനുണ്ട്, നിതിൻ ഗഡ്കരി. അതാണ് ഭരണ തുടർച്ചയല്ല. മുഖ്യമന്ത്രി പിണറായി വിജയനേക്കാൾ അല്ല സർ, മുഖ്യമന്ത്രി പിണറായി വിജയനേക്കാൾ മുഖ്യമന്ത്രിയാകാൻ കേരളം ആഗ്രഹിക്കുന്നത് കെ ശൈലജയാണ്. അങ്ങനെയാണെങ്കിൽ ശിവരാജ് സിംഗ് ചൗഹാൻ ഇതൊരു ഏകാധിപത്യ സ്വഭാവമുള്ള പാർട്ടിയല്ല. പല നേതാക്കൾ സ്വഭാവമുള്ള പാർട്ടിയല്ല. ഒരു ക്യാപ്റ്റനിൽ മാത്രമല്ല, ഒരു ക്യാപ്റ്റൻ പറയുന്നതല്ല. ക്യാപ്റ്റൻ അല്ല സാർ, ദൈവമായിരുന്നു. ഓ, അത് ശരിയാ. കാരണഭൂതൻ, ദൈവം, അതൊക്കെ ആ പാട്ടിലുണ്ടായിരുന്നല്ലോ. കഴുകൻ പാട്ട്. പക്ഷേ അത് നാട്ടുകാരെ പറഞ്ഞു, ഇത് സ്വന്തമായിട്ട് ഉണ്ടായിരുന്നു സാർ. പറയുന്നത് മറ്റെന്തോ ഒരു പ്രശ്നമാണ് സുജയ. ഞാനിപ്പോ സുജയെ കുറിച്ച് ഇപ്പൊ പറയാം. പറയാണ് സുജയ എത്ര സുന്ദരിയായിരിക്കുന്നു. അങ്ങനെ ഇടയ്ക്ക് സത്യമല്ലേ? അല്ലല്ല, വെറുതെ പറഞ്ഞ കേട്ടോ, വെറുതെ പറഞ്ഞ. അപ്പൊ അങ്ങനെ സുന്ദരിയായിരിക്കുന്നു എന്ന് പറയാം. അപ്പൊ സുജയ ഞാൻ സുന്ദരിയാണെന്ന് പറയുന്നതും ഞാൻ സുന്ദരിയാണെന്ന് പറയുന്നതിൽ തമ്മിൽ വ്യത്യാസമുണ്ട്. അതാണ് നരേന്ദ്രമോദി സംഭവിച്ചത്. നരേന്ദ്രമോദി എന്താ പറഞ്ഞത്? നരേന്ദ്രമോദി ഞാൻ ദൈവമാണ്, എന്റെ ജന്മം ജൈവികമല്ല എന്നാണ്. അദ്ദേഹം ഞാൻ ദൈവമാണ് എന്നല്ല, ദൈവമാണ് എന്നെ തെരഞ്ഞെടുത്ത് അയച്ചതെന്നാണ് പറഞ്ഞത്. ഞാൻ ദൈവമാണ് എന്ന് നരേന്ദ്രമോദി പറഞ്ഞു. എന്റെ ജന്മം ജൈവികമാണെന്നാണ് കരുതിയിരുന്നത്. അയച്ചു എന്നാണ് പറഞ്ഞത്. ജൈവികമായ കാര്യമല്ല. വരും ദിവസങ്ങളിൽ ആ പർപ്പസ് നിറവേറ്റുമ്പോൾ പ്രതിപക്ഷത്തിന്റെ നിലപാട് എന്താണെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. Meet the editors.